നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. അത് ആരാകും എന്നുള്ളതിനെ കുറിച്ച് നിരവധി ചർച്ചകൾ അതിന്റെ ഭരണ പാർട്ടിയുടെ അംഗങ്ങളിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു വസ്തുത. പിന്നീട് അത് നടക്കാതെ വന്നപ്പോൾ, ചർച്ചയിലൂടെ ഒന്നും പരിഹരിക്കാതെ വന്നപ്പോൾ, അത് ഒരു തെരഞ്ഞെടുപ്പ് രീതിയിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും ഓം ബിർളയുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നുള്ള തരത്തിലേക്ക് പോയിരുന്നു. പക്ഷേ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, വളരെ നിരാശ നൽകിക്കൊണ്ട് തന്നെ ഒരു ശബ്ദ വോട്ടോട് കൂടി ഓം ബിർളയെ തന്നെ വീണ്ടും BJP സ്പീക്കർ ആക്കിയിരിക്കുകയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലൊരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചിലപ്പോൾ പ്രതിപക്ഷത്തിന് കൊടുക്കാൻ സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്